ഇന്ന് തൃശ്ശൂർ സ്പെഷ്യൽ വിഷുക്കട്ട. തൃശ്ശൂർ ഭാഗങ്ങളിലേക്കൊക്കെ വിഷുവിൻ്റെ സമയങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. ഇതിൻ്റെ സ്വീറ്റ് വേർഷനും സാൾട്ടി വേർഷനും ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് സാൾട്ടി വേർഷനാണ് ഉണ്ടാക്കുന്നത്. കൂടെ അതിന് ചേർച്ചയായിട്ട് ഒരു ജാഗ്രി സോസ്, ശർക്കരയുടെ ഒരു സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരു 250 ഗ്രാം ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഏതരി വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഉണക്കലരിയാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. 250 ഗ്രാം അരി നല്ല വൃത്തിയായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇതിലേക്ക് വേണ്ട മറ്റ് 2 ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങയുടെ 2ാം പാലും 1ാം പാലും. 250 അരിക്ക് 250 ml 1ാം പാലും 1 ലിറ്ററോളം 2ാം പാലും എടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യാനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ മറ്റുള്ള ചൂട് കട്ടിയുള്ള പാത്രമോ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ അരി പൂർണ്ണമായിട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, വെള്ളം ഇല്ലാതെ. തേങ്ങയുടെ 2ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ 1/4 ഭാഗം കുക്കിങ്ങും തേങ്ങയുടെ 2ാം പാലിലാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ സോൾട്ടി വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പാകത്തിന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് വേർഷൻ ഉണ്ടാക്കുന്നവർ ഇതിൽ ഉപ്പ് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ കണക്കാക്കി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ, കൈവിടാതെ. അരി ഒരു 75% കുക്കാവുമ്പോഴത്തേക്കും അത് തേങ്ങാപ്പാലിനെ നന്നായിട്ട് വലിച്ചെടുത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ അബ്സോർബ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ അരി കഴിക്കാൻ തന്നെ. വേറെ ഒന്നും കൂട്ടാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അരി ഏകദേശം പകുതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, ഒരു 75% പാകമാവുന്നത് വരെ. തേങ്ങാപ്പാലും അരിയും കൂടെ വെന്തിട്ടുള്ള ഒരു നല്ലൊരു മണമുണ്ട് കേട്ടോ ഇപ്പം കിച്ചണിൽ. ഇത് കണ്ട ഇപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അരിയും ഏകദേശം 75%-ഓളം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം ചതച്ച ജീരകം ഇതിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മതി, അതിലധികം ആവണമെന്നില്ല. 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാല്, തേങ്ങയുടെ 1ാം പാല് 250 ml എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് അതിലാണ് ഇനി അടുത്ത കംപ്ലീറ്റ് കുക്കിംഗ് ആവാൻ പോകുന്നത്. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ അബ്സോർബ് ചെയ്ത് അരി ഇങ്ങനെ വെന്ത് കൂടുതൽ കട്ടിയായിട്ട് വരും. ഇത് കണ്ടോ, ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട്. അരിയൊക്കെ വെന്തിട്ടുണ്ട്, തേങ്ങാപ്പാലൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റേണ്ടത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സമയമാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്കിത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചൂട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമാണ്. ഞാനൊരു കട്ടി ഉള്ള ഗ്ലാസിൻ്റെ വെയറാണ് എടുത്തിട്ടുള്ളത്. അതിൽ അടിയിലേക്ക് ഒരു പാകത്തിന് കട്ട് ചെയ്തിട്ടുള്ള ഒരു വാഴയിലയും വെച്ചു കൊടുത്തിട്ടുണ്ട്. വാഴയില വെച്ചു കൊടുത്തത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും ഇത് പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഈ പാത്രത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് കട്ടിയാക്കി സെറ്റ് ചെയ്യാനുള്ള സമയമാണ്. അതിന് നമുക്കൊരു 30 മിനിറ്റ് വേണം. അപ്പോഴേക്കും നമുക്ക് ശർക്കര സോസ്
തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 250 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര കുക്ക് ചെയ്യുന്ന സമയത്ത് അലിയുന്നതിന് മുന്നേ അടിയിൽ പറ്റി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശർക്കര പാനീനെ, ശർക്കര സോസിനെ ഒന്ന് സ്പൈസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഒരു 3 ഏലക്കായ്, അതിൻ്റെ കൂടെ തന്നെ ഉണക്ക ഇഞ്ചിയും, അതായത് ചുക്കും ജീരകവും കൂടി പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. ചുക്കും ജീരകവും കൂടി പൊടിക്കുമ്പോൾ 60% ചുക്കും ഒരു 40% ജീരകവും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഞാൻ ഇത് ഒരുമിച്ച് പൊടിച്ചു വെച്ചതാണ്. അതിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ എടുക്കാം കേട്ടോ. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ശർക്കരയൊക്കെ അലിഞ്ഞ് നമ്മൾ ഇതൊന്ന് പതയ്ക്കുന്ന രൂപത്തിലായിട്ട് വരണം. അങ്ങനെയാണ് നമ്മളിത് അടുപ്പത്തുനിന്ന് മാറ്റുക. ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ശർക്കര അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, ശർക്കര ഇപ്പം നമുക്ക് വേണ്ട പാകത്തിനായിട്ടുണ്ട്. മുഴുവനായിട്ടും അലിഞ്ഞ് നല്ല പതഞ്ഞ് വരുന്നുണ്ട്. ഈ പാകത്തിന് ആണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക, പുറത്തേക്ക് എടുക്കുക. ഇതൊന്ന് ഇരുന്നാൽ, അടുപ്പത്തുനിന്ന് പുറത്തിരുന്നാൽ കട്ടിയാകുന്ന ഒരു പാകമാണിത് കേട്ടോ. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് അതിൽ ഭയങ്കര വാട്ടറി ആക്കില്ല കേട്ടോ. അങ്ങനെയല്ല ഇതിൻ്റെ ശർക്കര പാനിയുടെ പാകം. നമ്മൾ ശർക്കരയൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ഏലക്കായുടെയും ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ശർക്കര പാനിയിലേക്ക്. പക്ഷെ അതിൻ്റെ റെസിഡ്യൂസൊക്കെ അതും കൂടി ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇത് അരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടോടെയാണ് നമ്മുടെ ശർക്കര പാനി ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർ ഇതിൽ സോസാണ്, ശർക്കര പാനി കൂട്ടിയാണ് കഴിക്കുക. ചിലർ മധുരമല്ലാതെ കറികൾ കൂട്ടി കഴിക്കും, കാളൻ പോലെയുള്ള കറികൾ കൂട്ടി കഴിക്കും. എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ ഇന്ന് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച വിഷുക്കട്ട നമ്മൾ ഇതിലേക്ക് ഒരു ഇലയിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ, വലിയ കട്ടകളായിട്ട്. ഇന്ന ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനിവിടെ ഡയഗണലായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നേരെ സ്ക്വയറായിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അല്ലാതെ രീതിയിലും സെറ്റ് ചെയ്യാം. അത് ഞാൻ ഇതിൽ തന്നെ കാണിക്കാം കേട്ടോ. വേറൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ വിഷുക്കട്ടയും ശർക്കര പാനിയും ആണ് സൂപ്പർ കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ്ഡ് ആവും, വളരെ ഒരു വേറെ ലെവലാവും. നമ്മളെ നാടൻ ചില ഭാഗങ്ങളിലോട്ട് കദളിപ്പഴം എന്ന് പറയും, പല ഭാഗങ്ങളിലേക്കും പല പേര് പറയും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറുപഴം ഏത് തന്നെയായാലും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സാധാരണ നാക്കലയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൂടെ 2 പഴമൊക്കെ വെച്ചിട്ട് ശർക്കര പാനിയും മുകളിലൂടെ തൂവിയിട്ട് ഇങ്ങനെയും കഴിക്കാറുണ്ട്. ഏത് രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ വിഷുവിന് വിഷുക്കട്ട വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ടൊരു ഫീഡ്ബാക്ക് തരൂ എനിക്ക്. എല്ലാവർക്കും വിഷു ആശംസകൾ. വരുന്ന വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയോടെയുള്ള വർഷമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. വിഷു ആശംസകൾ.